ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇരിട്ടി ഫാമിലി. ഹർഷ ജിതീഷാണ്. നമ്മുടെ നാട്ടിൽ സാധാരണയായി ഇന്ന് എല്ലാ തലങ്ങളിലും നമ്മൾ ചെല്ലുമ്പോൾ എല്ലാവർക്കും ഉള്ളൊരു രോഗം ഫാറ്റി ലിവർ. ഫാറ്റി ലിവർ ആർക്കും ഒരു ടെൻഷൻ ഉണ്ടാക്കുന്ന രോഗമേ അല്ല. കാരണം എല്ലാവർക്കും കോമൺ ആയിട്ട് തന്നെ ഉണ്ട്. കാരണം കുഞ്ഞു മക്കൾക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ ഫാറ്റി ലിവർ ഉണ്ട്, പിന്നെ ചെറുപ്പക്കാർക്ക് ഇന്ന് എല്ലാവർക്കും തന്നെ ഫാറ്റി ലിവർ ഉണ്ട്, പിന്നെ ഒരു പ്രായമായവർക്കും ഫാറ്റി ലിവർ. ഫാറ്റി ലിവർ ഗ്രേഡ് 1, ഗ്രേഡ് 2, ഗ്രേഡ് 3 ഇങ്ങനെ 3 ഗ്രേഡിൽ തന്നെയുണ്ട്. ഇപ്പം നമ്മൾ ഒരു ഹോസ്പിറ്റലിൽ നമ്മൾ ആരും ഒരു ഫാറ്റി ലിവർ ഉണ്ട് എന്നും പറഞ്ഞിട്ട് ട്രീറ്റ്മെൻറ്റിന് വേണ്ടി നമ്മൾ ആരും പോകാറില്ല. കാരണം നമ്മൾ പല രോഗങ്ങൾക്ക് വേണ്ടി നമ്മൾ ഒരു സ്കാനിങ് ഒക്കെ ചെയ്യുന്ന ടൈമിലാണ് ഫാറ്റി ലിവർ എന്നുള്ളൊരു സംഭവം കണ്ടെത്തുക. പലപ്പോഴും നമ്മൾ ഈ സ്കാനിങ് റിപ്പോർട്ട് വരെ ഡോക്ടർ നമ്മളോട് പറയുന്ന ടൈം വരെ അവർ പിന്നെ ബാക്കി രോഗത്തിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പറയും, പക്ഷെ അവർ ഈ ഫാറ്റി ലിവറിനെ കുറിച്ച് അവരൊന്നും പറയാറില്ല. നമ്മൾ സ്കാനിങ് റിപ്പോർട്ടൊക്കെ എടുത്ത് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുമ്പോഴായിരിക്കും ഫാറ്റി ലിവർ ഉണ്ട്, ലിവറിന് ചേഞ്ച് ഉണ്ട്, അതായത് ഗ്രേഡ് 1 ആണ്, ഗ്രേഡ് 2 ആണ് എന്നൊക്കെ നമ്മൾ കാണുന്നത്. അപ്പം നമ്മൾ ഡോക്ടറോട് ഇതിനെക്കുറിച്ച് അഭിപ്രായം ചോദിച്ചാലോ? കാരണം എനിക്ക് ഫാറ്റി ലിവർ ഇല്ലേ, ഗ്രേഡ് 1 ഉണ്ടല്ലോ അല്ലെ ഗ്രേഡ് 2 ഉണ്ടല്ലോ, അതിന് മരുന്ന് കഴിക്കണോ എന്ന് നമ്മൾ ചോദിക്കുമ്പോൾ അത് കുഴപ്പമില്ല എന്ന് മാത്രമേ അവർ പറയാറുള്ളൂ. കാരണം ഇതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമായിട്ട് അവർ ചിന്തിക്കുന്നില്ല. പക്ഷേ ഒരു ഗ്രേഡ് 1 ഫാറ്റി ലിവറിലോ അല്ല ഗ്രേഡ് 2 ഫാറ്റി ലിവറിലോ നമ്മൾ ശരിക്കും നമ്മൾ ടാബ്ലറ്റ് കഴിക്കുമോ, ഇതിനൊരു മരുന്നോ കാര്യങ്ങളോ അങ്ങനെയൊന്നും ഇല്ല. അതിൻ്റെ ഒന്നും ആവശ്യങ്ങളുമില്ല. ഇത് നമ്മുടെ ഒരു ജീവിതശൈലി രോഗം തന്നെയാണ്. ഈ ഒരു ഫാറ്റി ലിവർ നമുക്ക് നമ്മുടെ ഫുഡ് കൊണ്ടും എക്സസൈസ് കൊണ്ടും അങ്ങനെ നമ്മുടെ സ്ട്രെസ്സ് കുറച്ച്, നമ്മുടെ മനസ്സിൻ്റെ സ്ട്രെസ്സ് ഒക്കെ നമ്മൾ കുറച്ച്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന സംഭവമാണ്. അതായത് നമ്മൾ ലിവറിൽ നമ്മൾ കൊഴുപ്പടിയുക എന്ന് തന്നെയാണ് ഫാറ്റി ലിവർ കൊണ്ട് അർത്ഥമാക്കുന്നത്. പക്ഷേ അത് ലിവറിന് മാത്രമല്ല, നമ്മുടെ ലിവറിൻ്റെ ഫങ്ഷൻ കറക്റ്റ് അല്ലാണ്ട് വരുമ്പം നമ്മുടെ ബോഡി മുഴുവൻ ഇതിൻ്റെതായ ഒരു പ്രശ്നത്തിലേക്ക് കടന്നു വരികയാണ്. സാധാരണയായി നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തെ കരൾ ദഹിപ്പിച്ച് ഊർജ്ജമാക്കി നമ്മുടെ ശരീരത്തിന് വേണ്ടി ഉപയോഗിക്കുകയാണ്, ശരീരപ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുകയാണ്. എന്നാൽ കരൾ നമ്മളെ ഈ ദഹിപ്പിച്ച് ഊർജ്ജമാക്കുന്നതിന് നമ്മൾ കൂടുതൽ ഊർജ്ജമടങ്ങിയ ഫുഡ് കഴിക്കുകയാണെങ്കിൽ നമ്മുടെ കരൾ ഇത് ദഹിപ്പിച്ച് ഊർജ്ജമാക്കും, നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഇത് വിട്ടുകൊടുക്കും. പക്ഷേ കൂടുതൽ ഊർജ്ജമാകുന്ന സംഭവം അത് കൊഴുപ്പായി അടിയാണ്. ഈ കൊഴുപ്പ് ഓൾറെഡി നമ്മുടെ കരള് ചുറ്റും അടിയാണ്. അപ്പോൾ ഈ കൊഴുപ്പാണ് നമ്മൾ ഈ ഫാറ്റി ലിവറായിട്ട് നമുക്ക് രൂപാന്തരപ്പെടുന്നൊരവസ്ഥ. ഈ ഫാറ്റി ലിവർ ഗ്രേഡ് 1ലും ഗ്രേഡ് 2വിലും നമുക്ക് വലിയ പ്രശ്നം ഉദിക്കുന്നില്ല. പക്ഷെ അത് ഗ്രേഡ് 3ലേക്ക് പോകുന്ന ഒരു സാഹചര്യത്തിൽ അത് കഴിഞ്ഞൊരു സാഹചര്യത്തിലേക്കും വന്നു കഴിഞ്ഞാൽ ഇത് ലിവർ സിറോസിസ് എന്ന് പറഞ്ഞ ഒരു സംഭവത്തിലേക്കാണ് വരിക. ഈ ലിവർ സിറോസിസ് നമ്മൾക്ക് ചികിത്സിച്ച് നമുക്ക് ഭേദമാക്കാൻ പറ്റാത്തൊരു സംഭവമാണ്. പക്ഷേങ്കിൽ നമ്മൾ ഗ്രേഡ് 1ഉം ഗ്രേഡ് 2ഉം ഓൾറെഡി നമുക്കിത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നൊരു സംഭവം തന്നെയാണ്. അതായത് ഈ കൺട്രോൾ ചെയ്യുക എന്ന് പറയുന്നത് നമ്മൾ നന്നായിട്ട് എക്സസൈസ് ചെയ്യുക. ഇത് ഏറ്റവും പ്രധാന സംഭവമാണ് ഇതിൻ്റെ എക്സസൈസ്. അപ്പം എക്സസൈസ് ചെയ്യുക. പിന്നെ നമ്മൾ റെഡ് മീറ്റ് ഒക്കെ അധികം ഉപയോഗിക്കാതിരിക്കുക. റെഡ് മീറ്റ് നമുക്ക് ഒട്ടും നല്ലതല്ല. കാരണം മട്ടൻ, ബീഫ് ഇതൊന്നും ഒട്ടും നല്ലതല്ല. പിന്നെ ജങ്ക് ഫുഡുകൾ അത് അധികം ഉപയോഗിക്കാതിരിക്കുക. ബേക്കറി ഐറ്റംസ് ഒന്നും നമുക്ക് ഒട്ടും ഈ ഒരു ഫാറ്റി ലിവർ ഉള്ളവർക്ക് നല്ലതല്ല. പിന്നെ അതിലെ ഏറ്റവും വലിയ സംഭവം തന്നെയാണ് മധുരം. അതായത് ബേക്കറി ഐറ്റംസ് തന്നെ അല്ല, അമിതമായി നമ്മൾ മധുരം കഴിക്കാതിരിക്കുക. പിന്നെ നമ്മൾ ഈ പിസ്സ പോലെയുള്ള സംഭവങ്ങളൊക്കെ ഇല്ല, അതൊക്കെ ഭയങ്കര ഹെവി ഫുഡ് തന്നെയാണ്. ഇതൊന്നും നമ്മുടെ കരളിന് നല്ലതല്ല. കാരണം ഇങ്ങനെയുള്ള ഫുഡൊക്കെ കൺട്രോൾ ചെയ്ത് നമ്മുടെ ദിനചര്യയെ തന്നെ നമുക്ക് മാറ്റം വരുത്തിയിട്ടുണ്ടെങ്കിൽ ഗ്രേഡ് 1 ഫാറ്റി ലിവറും ഗ്രേഡ് 2 ഫാറ്റി ലിവറും മാറ്റാൻ പറ്റും. കാരണം പിന്നെ വേറൊരു സംഭവമുണ്ട്, നമ്മൾ ഈ അമിതവണ്ണം ഉള്ളവർക്കാണ് സാധാരണഗതിയിൽ ഫാറ്റി ലിവർ വരാറുള്ളത്. പഴയ കാലഘട്ടങ്ങളിൽ നമ്മൾ പറയുകയാണെങ്കിൽ നമ്മൾ ഈ വണ്ണമൊക്കെ കുറഞ്ഞ് മെലിഞ്ഞിരിക്കുന്ന ആൾക്കാർക്ക് ഫാറ്റി ലിവർ ഒന്നും വരും എന്ന് നമ്മൾ ചിന്തിക്കുന്നില്ല. കാരണം അവരുടെ ശരീരത്തിൽ കൊഴുപ്പില്ല എന്നുള്ളതാണല്ലോ നമ്മുടെ ഒരു ധാരണ. അന്നൊക്കെ വലിയ പൊണ്ണത്തടികളൊക്കെ ഉള്ള അങ്ങനെ വലിയ സൈസുള്ള മനുഷ്യന്മാർക്കാണ് നമ്മൾ ഫാറ്റി ലിവറൊക്കെ പറയാം. കാരണം ഏറ്റവും വലിയ ഫാറ്റി ലിവറിൻ്റെ ഏറ്റവും വലിയൊരു സംഭവമാണ് നമ്മൾ കുടവയറൊക്കെ ഉള്ളവർക്കാണ് കൂടുതൽ ഫാറ്റി ലിവർ വരിക. കാരണം ഈ കൊഴുപ്പടിയുന്നതെന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ കരളിൽ മാത്രമല്ല, നമ്മുടെ ശരീരത്തിൽ ഈ കൊഴുപ്പടിയാൻ തുടങ്ങുമ്പോൾ പല ഭാഗങ്ങളിലും നമ്മുടെ ശരീരത്തിൽ കൊഴുപ്പ് അടിഞ്ഞു കൂടാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഏറ്റവും വലിയൊരു സംഭവമാണ് നമ്മുടെ ശരീരം വളരെ കുടവയറൊക്കെ ഉള്ള ഒരു വ്യക്തികൾക്ക് ഈ ഫാറ്റി ലിവർ സാധാരണയായിട്ട് നമ്മൾ കണ്ടുവരാറുണ്ട്. സാധാരണയായിട്ട് നല്ല അവർക്ക് തന്നെയാണ് ഫാറ്റി ലിവർ കൂടുതലായിട്ട് വരിക. പിന്നെ പാരമ്പര്യം, അതായത്
പിന്നെ ഷുഗർ അങ്ങനെയൊക്കെ ഉള്ളവർക്ക്, പ്രമേഹമൊക്കെ ഉള്ളവർക്ക് ഈ ഫാറ്റി ലിവറിനുള്ള സാധ്യത കൂടുതലാണ്. ഇന്ന് കുഞ്ഞു കുട്ടികൾക്ക് വരെ ശരിക്കും ഫാറ്റി ലിവർ ഉണ്ട്. കാരണം കുട്ടികൾ, നമ്മുടെ പഴയ കാലഘട്ടങ്ങളിലെ കുട്ടികളെന്ന് പറഞ്ഞാൽ സ്കൂൾ വിട്ട് വന്നു, അവർ പുറത്ത് അല്ലെ പരിസരങ്ങളിലൊക്കെ ഓടിക്കളിച്ച് അവരൊക്കെ ബഹളം വെച്ച് നടക്കുന്ന കുട്ടികളാണ്. ഇന്ന് കുട്ടികൾക്ക് കളിക്കാൻ എവിടെയാ സമയം? കുട്ടികൾ രാവിലെ എണീറ്റു, അവർക്ക് പിന്നെ രാവിലെ തന്നെ അവർ കിടക്കപ്പായെന്ന് എണീറ്റ് വന്നു, അവർക്ക് 7:45 അല്ല 8 മണിക്കോ സ്കൂൾ ബസ് വരികയാണ്. ആ സ്കൂൾ ബസ് വരുന്ന സമയത്ത് പേരൻസ് അവർക്ക് ഇഷ്ടമുള്ളത് എന്താണോ, അതായത് നമ്മൾ പണ്ടത്തെ കാലത്ത് കൊടുക്കുന്ന പോലെ ദോശയോ ഇഡലിയോ കാര്യങ്ങളോ ഒന്നുമല്ല, അവർക്ക് ഇഷ്ടമുള്ളത് എന്താണോ അത് കൊടുക്കുക. ബാക്കി ഒരു ഉച്ച ഫുഡ് കഴിക്കുന്നതിന് മുമ്പ് തന്നെ ഒരു 11 മണിയൊക്കെ ആവുന്ന സമയത്തേക്കും സ്നാക്സ് ആയിട്ട് ഫ്രൂട്ട്സോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നുമല്ല. അവർക്ക്, എൻ്റെ മക്കൾക്ക് അതല്ല ഇഷ്ടം. അവർക്ക് ചിലപ്പോൾ ബിസ്ക്കറ്റ് ആയിരിക്കാം, അവർക്ക് ചിലപ്പോൾ കേക്ക് ആയിരിക്കാം, ഇതൊക്കെ കൊടുത്തു വിടുക. ഇങ്ങനെയാണ് പേരൻസ് കൊടുത്തുവിടുക. കാരണം എൻ്റെ കുട്ടി അത് കഴിക്കട്ടെ, അവർ അങ്ങനെ കൊടുത്തു വിടുന്നു, അത് കഴിക്കുന്നു. തിരിച്ചിവർ വരുന്നു, ഇവർ വന്ന ശേഷം ഇവർക്ക് പിന്നെയും കളിക്കാൻ ടൈമില്ല. ഇവർക്ക് ട്യൂഷൻ ക്ലാസ്സായി, പിന്നെ ഹോംവർക്കായി. ഈ ഹോംവർക്ക് ചെയ്യുന്ന ടൈമിലും ഹെവി ഫുഡ് തന്നെയാണ് പേരൻസ് കൊടുക്കുക. കാരണം അവർക്ക് ഈ ഫുഡ് കൊടുത്തു ബാക്കി ടൈമിൽ അവർ കിടക്കുന്നതിന് മുമ്പാണെങ്കിലും കുറച്ച് കേക്ക് ആയിക്കോട്ടെ അല്ലെ സ്നാക്സ് ആയിക്കോട്ടെ, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അവർക്ക് കൊടുക്കുന്നതെല്ലാം ഈ ഹെവി ഫുഡ് തന്നെയാണ്. അപ്പം ഇതൊക്കെ കഴിക്കുന്ന കുഞ്ഞുങ്ങൾക്കും ഫാറ്റി ലിവർ വരും എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഒരു സംശയവും വേണ്ട. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കുന്നതിനും ഒരു മാനദണ്ഡങ്ങളൊക്കെ ഉണ്ട്. കാരണം ഒരിക്കലും നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യാതിരിക്കുക, അതൊക്കെ എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പിന്നെ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടതായ ഒരു പ്രധാന കാര്യം, നമ്മൾ രാത്രി ഒത്തിരി ലേറ്റായിട്ട് ഫുഡ് കഴിക്കരുത്. പഴയ കാലഘട്ടത്തിലെ കാരണവന്മാരൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു വൈകുന്നേരം ഒരു ലിമിറ്റ് ടൈമിൽ അവർ സന്ധ്യാപ്രാർത്ഥന കഴിഞ്ഞു, എല്ലാവരും കൂടെ ആ ടൈമിൽ ഇരുന്ന് ഫുഡ് കഴിച്ചു, അവർ കിടന്നുറങ്ങുന്നു. പക്ഷെ ഇന്നത്തെ ആധുനിക ലോകത്തിൻ്റെ നെട്ടോട്ടത്തിൽ നമ്മൾ ഫുഡ് കഴിക്കുന്ന ടൈം ഒക്കെ നമ്മുടെ ഒരു സൗകര്യം അനുസരിച്ചിട്ടൊക്കെയാണ്. കാരണം എല്ലാവരും ഒത്തിരി ലേറ്റായിട്ട് കിടന്നുറങ്ങുന്നവരാണ്. 1 മണിക്ക് അല്ലെ 12:30 ഒക്കെ കിടന്നുറങ്ങുന്നവരാണ് ഭൂരിപക്ഷം ആൾക്കാരും. കാരണം അവരൊക്കെ വൈകുന്നേരം എന്തെങ്കിലും സ്നാക്സ് അല്ലെങ്കിൽ ഒരു ചായയൊക്കെ കഴിച്ചു. ചിലപ്പോൾ അവർ ഫുഡ് കഴിക്കുന്നത് ലേറ്റ് ആയിട്ടായിരിക്കും. കാരണം അവർക്ക് എപ്പോൾ വിശക്കുന്നു ആ ടൈമിലായിരിക്കും ഫുഡ് കഴിക്കുക. അങ്ങനെ ലേറ്റായിട്ട് ഫുഡ് കഴിക്കുമ്പം നമുക്കും ഈ ഫാറ്റി ലിവറിനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഏറ്റവും വേറൊരു സംഭവം കൂടിയുണ്ട്, നമ്മൾ ഉറക്കമില്ലായ്മ. കാരണം ഈ ഫാറ്റി ലിവർ, ഉറക്കമില്ലായ്മ ഇതിനകത്തൊരു പ്രധാന കാര്യമാണ്. കാരണം നമ്മളൊരു കറക്റ്റ് ഒരു 8 മണിക്കൂറൊക്കെ നമ്മൾ കറക്റ്റ് കിടന്നുറങ്ങണം. ഈ കിടന്നുറങ്ങാൻ വേണ്ടി നമ്മൾ ഒത്തിരി ലേറ്റ് ആകും. ചിലപ്പം നമ്മൾ ഒരു 12 മണിക്കായിരിക്കാം നമ്മൾ കിടക്കുന്നത്, പിന്നെ നമ്മൾ മൊബൈലൊക്കെ നോക്കിയിരുന്ന് 2:30-3 മണിയുള്ള ടൈം ആയിരിക്കാം നമ്മൾ കിടന്നുറങ്ങുക. പിന്നെ രാവിലെ നേരത്തെ തന്നെ എണീറ്റ് ജോലിക്ക് പോകേണ്ടവർക്ക് ജോലിക്ക് പോവുകയും കാര്യങ്ങളുമൊക്കെ ചെയ്യണമല്ലോ. അപ്പോൾ ഈ ഉറക്കമില്ലായ്മ, അതിൻ്റെതായ രീതിയിലുള്ള സ്ട്രെസ്സും ഒക്കെ ഈ ഫാറ്റി ലിവറിന് അനുബന്ധപ്പെട്ട കാര്യമാണ്. പിന്നെ നമുക്കൊരു വ്യക്തിക്ക് ഫാറ്റി ലിവർ ആണോ, അല്ലെങ്കിൽ നമ്മൾ സ്കാനൊക്കെ ചെയ്യാതെ ഫാറ്റി ലിവർ എങ്ങനെയാണ് നമ്മൾ ലക്ഷണങ്ങളിലൂടെ മനസ്സിലാക്കുക എന്ന് ചോദിച്ചാൽ, ഈ ഫാറ്റി ലിവർ ഉള്ള ഒരു വ്യക്തിയെ കാണുമ്പം ശരിക്കും എല്ലാവരും അങ്ങനെ ആകണമെന്നില്ല, പക്ഷേ കുടവേറുണ്ടാകാം. അമിതമായ കുടവേറുള്ള വ്യക്തികൾക്കൊക്കെ ഓൾറെഡി ഫാറ്റി ലിവർ ഉണ്ടാകാം. പിന്നെ അമിതമായ ക്ഷീണം ഉണ്ടാകും ഈ ഫാറ്റി ലിവറുള്ള വ്യക്തികൾക്ക്. ഓൾറെഡി നമ്മുടെ ലിവറിന് ഇച്ചിരി പ്രശ്നം തുടങ്ങുകയാണല്ലോ, അപ്പം അമിതമായ ക്ഷീണം ഉണ്ടാകും. പിന്നെ നമുക്ക് മഞ്ഞപ്പിത്തം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതൊക്കെ ഫാറ്റി ലിവർ ഗ്രേഡ് 1 കുറച്ചും കൂടെ മുമ്പോട്ട് കടന്നു പോകുമ്പോഴത്തേക്കാണ് മഞ്ഞപ്പിത്തം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ നമ്മുടെ ശരീരത്തിന് അമിതമായ ഒരു ചൊറിച്ചിൽ, അതായത് നമുക്ക് സ്കിൻ ഡിസീസ് ഒന്നും അല്ല, പക്ഷെ കൈക്ക് കാലിന് ഒക്കെ ചൊറിച്ചിലൊക്കെ ഉണ്ടാകാം. പിന്നെ ചിലർക്ക് നമ്മുടെ കണ്ണിൻ്റെ ഈ പോളയുടെ ഈ താഴെയായിട്ടൊക്കെ ഒരു കറുപ്പ്, ഒരു ചെറിയൊരു വീക്കം പോലെ ഒക്കെ ഉണ്ടാകാം. പിന്നെ അങ്ങനെ നെറ്റിക്ക് ഒരു സ്ത്രീകൾക്കൊക്കെ ആണെങ്കിൽ ചിലർക്ക് നമ്മൾ വിചാരിക്കുക അത് കരിമങ്കല്യൊക്കെ ആണോ എന്ന് വിചാരിക്കാം. നെറ്റിക്കൊക്കെ ഒരു ചെറിയൊരു കറുപ്പ്, നെറ്റിക്കും കണ്ണിന് താഴെയൊക്കെ ആയിട്ട് ചെറിയൊരു കറുപ്പ്, ഇങ്ങനെയൊക്കെ ഉണ്ടാകാം. ഇതിൻ്റെ ലക്ഷണങ്ങളെന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ ചിലപ്പം ഉണ്ടാകാം. പിന്നെ പാരമ്പര്യമായിട്ട് ഡയബറ്റിക് രോഗികളൊക്കെ ആണെങ്കിൽ HbA1c എന്നുള്ള ടെസ്റ്റൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ്. പിന്നെ നമ്മൾ ഈ ഒരു ഫാറ്റി ലിവറൊക്കെ ഓൾറെഡി ഒത്തിരി കാലം ക്രോണിക് ആയിട്ട് നിന്നാൽ, അതായത് ഫാറ്റി ലിവർ 1ഉം ലിവർ 2 ഒക്കെ ഒത്തിരി കാലം ക്രോണിക് ആയിട്ടൊക്കെ നിന്നാൽ നമുക്ക് ലിവറിന് ഓൾറെഡി കംപ്ലൈൻറ്റ് വരും. അപ്പം നമ്മൾ ഇതൊക്കെ അറിയാൻ വേണ്ടിയുള്ള ലിവർ ഫംഗ്ഷൻ ടെസ്റ്റൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ സ്കാൻ ഉണ്ട്, ലിവർ എത്രമാത്രം ഡാമേജ് ആയി എന്നറിയാനുള്ള ഫൈബ്രോസ്കാൻ എന്നുള്ള ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് ചെയ്യുന്നത് നല്ലതാണ്. കാരണം ഓൾറെഡി നമ്മളിപ്പോൾ ഇടയ്ക്ക് നമ്മൾ കുറേ കാലം ഫാറ്റി ലിവർ ഇങ്ങനെ നിൽക്കുന്നു, അല്ല ഗ്രേഡ് 2 ആയിട്ട് നിൽക്കുന്നു, 3 ആയിട്ട് നിൽക്കുന്നു. പിന്നെ നമ്മൾ ഒത്തിരി കൺട്രോൾ ചെയ്ത് ചിലപ്പോൾ നോർമലാകാം. പിന്നെ നമ്മൾ കുറേ നോർമലായി എന്ന് കണ്ട ശേഷം പിന്നെ നമ്മുടെ ഫുഡിലൊക്കെ നമ്മൾ കൺട്രോൾ ചെയ്യാതിരിക്കുന്നു. പിന്നെ കുറേ കാലങ്ങൾക്ക് ശേഷം പിന്നെ ഏതെങ്കിലും ഒരു സ്കാനിങ്ങോ കാര്യങ്ങളോ ഒക്കെ ചെയ്യുമ്പോഴായിരിക്കാം പിന്നെ നമ്മൾ തിരിച്ചറിയുന്നത് നമ്മുടെ ലിവറിൻ്റെ
പിന്നെ ഗ്രേഡ് 3 ആണ് എന്നൊക്കെ തിരിച്ചറിയുന്നത്. അപ്പം ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഇടയ്ക്ക് ഇത് ഓക്കെ ആണെങ്കിലും ഈ കുറേ കാലം അങ്ങനെ നിൽക്കുമ്പം ഓൾറെഡി നമ്മുടെ ലിവർ ഡാമേജ് ആകുകയാണ്. നമ്മൾ എത്രത്തോളം ഡാമേജ് ആയി എന്നറിയാനുള്ള ടെസ്റ്റാണ് ഫൈബ്രോസ്കാൻ. ഇതൊക്കെ ചെയ്യുന്നത് ഒത്തിരി നല്ലതാണ്. പിന്നെ ഇത് കുറേ കാലം ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ നമ്മൾ ഈ ലിവർ ഫംഗ്ഷൻ്റെ ഈ ടെസ്റ്റുകൾ ഒക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെയ്ത് നോക്കണമെന്ന് ഞാൻ പറഞ്ഞില്ല. കാരണം ഈ ഗ്രേഡ് 2 കുറച്ച് കാലങ്ങളോളം നിൽക്കുകയാണെങ്കിൽ നമ്മൾ ഈ ക്യാൻസർ പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ ഓൾറെഡി നമ്മൾ കീമോ ചെയ്യുന്ന സമയത്തും ഈ ലിവറിന് ഈ പ്രശ്നം ഉണ്ടാകാനുള്ള സാധ്യത നന്നായിട്ടുണ്ട്. കാരണം ലിവർ ഫംഗ്ഷൻ ഒത്തിരി ചേഞ്ച് വരാറുണ്ട്. ഈ കീമോയുടെ മരുന്നൊക്കെ ഒത്തിരി സ്ട്രോങ് ആയിട്ടാണല്ലോ ചെല്ലുന്നത്. അപ്പം ഈ ഒരു പിന്നെ ഗ്രേഡ് 2 ഒക്കെ ഉള്ളവർക്ക് പിന്നെ ഈ കീമോ ചെയ്യുന്ന ടൈമിൽ പിന്നെ ഒത്തിരി SGPT SCOT ഒക്കെ ഒത്തിരി കൂടുതലായിട്ട് കാണാറുണ്ട്. അപ്പോൾ ഇങ്ങനെ കൂടുതലായിട്ട് കാണുന്ന ടൈമിൽ നമ്മുടെ കീമോ വരെ താൽക്കാലികമായിട്ട് നിർത്തിവെക്കേണ്ട അവസ്ഥകളൊക്കെ വരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അതുകൊണ്ട് നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ ഒരു പിന്നെ ലിവറിൻ്റെ പ്രശ്നങ്ങൾ, അതായത് ഗ്രേഡ് 1 ആയിക്കോട്ടെ ഫാറ്റി ലിവർ, ഗ്രേഡ് 2 ആയിക്കോട്ടെ, നമ്മുടെ ഫുഡും കൺട്രോളും കാര്യങ്ങളും കൊണ്ടൊക്കെ നമുക്കിത് നോർമലാക്കാൻ പറ്റും. ഇതിന് സ്പെഷ്യലായിട്ട് വലിയ മരുന്നുകളും കാര്യങ്ങളും ഒന്നും വേണ്ട. ഇതാണ് നമ്മുടെ ജീവിതശൈലി രോഗം തന്നെ ആയതുകൊണ്ട് നമ്മുടെ ഫുഡിലും നമ്മുടെ എക്സസൈസിലും ഒക്കെ ആയിട്ട് ചേഞ്ച് വരുത്തിയിട്ടുണ്ട്. നമ്മൾ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഓൾറെഡി ഇതെല്ലാം ഓക്കെ ആക്കി മാറ്റാൻ പറ്റും. കാരണം ഇത് ചെറിയ കാര്യമല്ല. നമ്മുടെ ലിവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഫുള്ള് പണിമുടക്കി കഴിയുമ്പോഴായിരിക്കാം ചിലപ്പം നമ്മളൊരു കരൾ രോഗിയാണെന്ന് നമ്മൾ തിരിച്ചറിയുന്നത്. പിന്നെ അതുകൊണ്ട് നമുക്കിത് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളേ ഉള്ളൂ. നമ്മൾ ചെറുതായിട്ട് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പിന്നെ കരളിൻ്റെ ആരോഗ്യം നമുക്ക് ഒത്തിരി മെച്ചപ്പെടുത്താൻ പറ്റുന്നതാണ്.